പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ആ മരിയൻ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ അമ്മയെ നമുക്ക് കൂട്ടായി നമ്മെ നയിക്കുവാൻ, നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ വിട്ടിട്ട് പോയി. ഇതാണ് മാർപ്പാപ്പ പറയുന്ന വാക്ക്. ഈ പരിശുദ്ധ അമ്മ, യേശുവിൻ്റെ അമ്മ ആരാണ് എന്ന് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായി നാം മനസ്സിലാക്കുന്നത്, മേരിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരു ദാനം, തിരഞ്ഞെടുപ്പ്, അത് പരിശുദ്ധ അമ്മയെ ഉത്ഭവ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് അമലോത്ഭവയായി മേരിക്ക് ജന്മം നൽകി എന്നുള്ളതാണ്. ഇതും സഭയിൽ ആരംഭകാലം മുതൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസമായിരുന്നു. ഈ വിശ്വാസത്തെ സഭ എന്നും പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, പർദീസായിൽ ദൈവൈക്യത്തിൽ ജീവിച്ചിരുന്ന ആദ്യ മാതാപിതാക്കന്മാർ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ മനുഷ്യരെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവം അവസാനം ഈ മനുഷ്യർക്കൊരു വാഗ്ദാനം കൊടുക്കുകയാണ്, ഞാൻ ഒരു രക്ഷകനെ അയക്കും. പാപത്തിനായി മനുഷ്യരെ പ്രേരിപ്പിച്ച പിശാചിനോട് പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും. ഈ രക്ഷകന് വേണ്ടി ദൈവം ഒരുക്കിയ പ്രത്യേകമായ ഒരു വ്യക്തിയാണ് നസ്രത്തിലെ മേരി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്നുണ്ട്, ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകമായ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, ആ വ്യക്തിക്ക് അതിനുള്ള യോഗ്യതയും ദൈവം നൽകുന്നുണ്ട്. അതാണ് നമ്മൾ പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായി കൊണ്ടുവരുന്നുണ്ട്. ദൈവത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പിലും വിശുദ്ധീകരണമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേക സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇതാണ് യേശുവിൻ്റെ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആ തത്വം. അതായത് ദൈവം വിളിക്കുന്നു, ദൈവം മേരിയെ തിരഞ്ഞെടുക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത് സഭ കാലാകാലത്തോളം ഇതേപ്പറ്റി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇതിന് സഭയിൽ എന്നും അതിൻ്റേതായ പ്രാധാന്യം നൽകി പരിശുദ്ധ അമ്മയോടുള്ള ആ ബന്ധം, സഭയും മക്കളുമായിട്ടുള്ള ബന്ധം എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് മേരിയുടെ അമലോത്ഭവത്തിൻ്റെ പ്രാധാന്യം. പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായി ദൈവം തിരഞ്ഞെടുത്തതുപോലെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ സാധിക്കും. ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ഉദാഹരണമായി ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 41-ാം വാക്യം, മേരി എലിസബത്തിനെ സന്ദർശിച്ച് അഭിവാദനം അർപ്പിക്കുന്നു. അപ്പോൾ സുവിശേഷകൻ പറയുന്നത്, എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്നും എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുവെന്നും. അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവകൃപ കൊണ്ട് സ്നാപയോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പിനെ വിശദീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ എലിസബത്തും പരിശുദ്ധാത്മാവ് കൊണ്ട് വിശദീകരിക്കപ്പെടുകയാണ്. പഴയ നിയമത്തിൽ ജെറമ്യയെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പിനെ പറ്റി ജെറമ്യയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ എപ്രകാരം തിരഞ്ഞെടുക്കുന്നുവെന്നും വിശദീകരിക്കുന്നുവെന്നും ജെറമ്യ പറയുന്നുണ്ട്. ആ ഭാഗം ഒന്നെടുത്ത് വായിക്കാമോ? കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു.
ജെറമേയെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം തിരഞ്ഞെടുത്ത് വിശദീകരിക്കുന്ന ആ രംഗമാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിലും വലിയൊരു ദൗത്യവുമായി ലോകത്തിലേക്ക് കടന്നു വന്ന ആ യേശുവിന് ജനിക്കുവാൻ വേണ്ടി തൻ്റെ അമ്മയായി തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയത്തെ എത്രമാത്രം ദൈവം വിശദീകരിച്ചു എന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. അതുകൊണ്ടാണ് അമലോത്ഭവം എന്ന ദാനം നസ്രത്തിലെ മേരിക്ക് നൽകി തൻ്റെ പ്രിയപുത്രന് ജനിക്കുവാൻ വേണ്ടി മേരിയെ തയ്യാറാക്കിയത്. അച്ഛാ, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവ എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്താണ് ഈ സിദ്ധാന്തത്തിന് തെളിവായി ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? കാരണം ഒരു സ്ഥലത്തും മേരിയെ അമലോത്ഭവ എന്ന് വിളിക്കുന്നതായി നമ്മൾ കാണുന്നില്ലല്ലോ. ഒന്നാമതായി നാം മനസ്സിലാക്കുന്നത് എന്താണ് അമലോത്ഭവം. അമലോത്ഭവം എന്നതിൻ്റെ അർത്ഥം ഇതാണ്: ഉത്ഭവഭാവത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ആ അവസ്ഥയ്ക്കാണ് അമലോത്ഭവം എന്ന് പറയുന്നത്. ആദിമ മാതാപിതാക്കളുടെ പാപനിമിത്തം പിന്നീട് വരുന്ന തലമുറകളെല്ലാം ഈ ഉത്ഭവഭാവത്തിൻ്റെ അടിമകളായിത്തീരുന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ രക്ഷാകര കൃത്യം വഴി ഈ ഉത്ഭവഭാവത്തിൽ നിന്നും നമ്മൾക്ക് മോചനം നൽകുകയും അങ്ങനെയാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അത് തൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴിയായിരുന്നു. എന്നാൽ ആ യേശുവിന് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ആ വ്യക്തിക്ക് ഉത്ഭവഭാവത്തിൽ നിന്നുമുള്ള സകല മോചനവും ദൈവം നൽകുകയാണ്. ഇതാണ് മേരിക്ക് നൽകിയ ദാനം. ഇതാണ് അമലോത്ഭവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മിനു പറഞ്ഞു, സുവിശേഷത്തിൽ ഒരിടത്തും മേരി അമലോത്ഭവയാണെന്ന് പറയുന്നില്ലല്ലോ. അമ്മയാണെന്ന് പറയുന്നു, സ്ത്രീയാണെന്ന് പറയുന്നു. പൗലോസിലെ പറയുന്നുണ്ട്, സ്ത്രീയിൽ നിന്നും അവൻ ജാതനായി എന്നാണ് പറയുന്നത്. അത് അങ്ങനെ അമലോത്ഭവം എന്നൊരു പദം സുവിശേഷത്തിലോ ലേഖനഭാഗത്തോ ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിന് അടിസ്ഥാനമുണ്ട്. ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മാലാഖ മേരിക്ക് പ്രത്യക്ഷപ്പെട്ട് മേരിയെ അഭിസംബോധന ചെയ്യുന്ന ആ വചനമാണ്: നന്മ നിറഞ്ഞവളെ സ്വസ്തി, കൃപാപൂർണ്ണി, കൃപ കൊണ്ട് നിറഞ്ഞവളെ സ്വസ്തി. ഒരു വ്യക്തി കൃപ കൊണ്ട് നിറയുക എന്നതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ ഒരു നിഴൽ വരെയും ആ വ്യക്തിയിലില്ല എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് വിശ്വസിക്കാവുന്ന ബൈബിളിലെ ആ വചനം. മേരി ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവൾ നന്മ കൊണ്ട് നിറഞ്ഞിരുന്നു. കാരണം ദൈവവചനം ഇന്നലെയും ഇന്നും നാളെയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് മാലാഖ ആ അഭിസംബോധന ചെയ്യുന്നത് തന്നെ. ഇതിനെയാണ് സഭ പിന്നീട് വിശ്വസിച്ച് പാരമ്പര്യത്തിലൂടെ കൈമാറി മാർപ്പാപ്പമാർ അതേപ്പറ്റി ഔദ്യോഗികമായി പഠനം നടത്തുകയും ചെയ്തു. നമ്മൾ കാണുന്നുണ്ട് തിരുസഭ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവം. അത് 1854 സംഭവിച്ചത്. ഡിസംബർ 8-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പ ഇനെഫാബിലിസ് ദേവൂസ് എന്ന ഒരു ചാക്രിക ലേഖനം വഴി തലമുറകൾ ഉണ്ടായിരുന്ന ആ വിശ്വാസം, അതായത് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയായി ജനിച്ചു എന്ന ആ നിത്യസത്യം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയാണ്. അത് സഭാചരിത്രത്തിലെ വലിയൊരു സംഭവമായിരുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ ആ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണവുമായിരുന്നു. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ മറിയത്തിൻ്റെ സ്തോത്രഗീതം: എന്നെ തലമുറകൾ തോറും ഭാഗ്യവതി എന്ന് വിളിക്കും. വാസ്തവത്തിൽ സഭ മേരിയുടെ അമലോത്ഭവത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മേരിയെ ഭാഗ്യവതി എന്ന് വിളിക്കുകയായിരുന്നു. ഈ ഒരു സത്യം 1858 ലൂർദിൽ വെച്ച് മാതാവ് ബെർണദീത്ത പുണ്യവതിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്, ഞാൻ അമലോത്ഭവയാണ് എന്നത്. എന്താണ് ഈ അമലോത്ഭവം? എന്താണ് ഇതിൻ്റെ നിർവചനം? അത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഇതാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്: ഏറ്റവും പരിശുദ്ധ കന്യകയായ മറിയം
ജന്മം നൽകപ്പെട്ട നിമിഷത്തിൽ തന്നെ സർവശക്തനായ ദൈവം നൽകിയ അതുല്യമായ കൃപയും സവിശേഷ പദവിയും നിമിത്തം മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ യേശുവിൻ്റെ സർവഗുണങ്ങളെയും പ്രതി ഉത്ഭവ പാപക്കറയിൽ നിന്നും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായി തിരഞ്ഞെടുക്കുന്നത്, മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്, യേശുവിൻ്റെ സർവഗുണങ്ങളെയും പ്രതി ഉത്ഭവപാപക്കറയിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്നാണ്. ഇതാണ് അമലോത്ഭവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത്. ഈ നിർവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മേരിക്ക് ജന്മം നൽകപ്പെട്ട ആ നിമിഷത്തിൽ തന്നെ മേരിയെ വിശുദ്ധീകരിച്ചു. ഈ വിശുദ്ധീകരിക്കുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് തൻ്റെ പ്രിയപുത്രനായ യേശുവിന് വേണ്ടി ഒരു മാതാവിനെ ഒരുക്കുവാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയെന്നും ആ നിർവചനത്തിൽ പറയുന്നുണ്ട്. രക്ഷകനായ യേശുവിൻ്റെ സർവഗുണങ്ങളെയും പ്രതി നസ്രത്തിലെ മേരിയെ അമലോത്ഭവയായി തീർക്കുകയാണ്. ഇതാണ് അമലോത്ഭവം എന്ന ആ സത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത്. അച്ഛാ, ഇപ്പോൾ പറഞ്ഞ നിർവചനം ഒന്നുകൂടി വിശദീകരിക്കാമോ? പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള മാർപ്പാപ്പാടി നിർവചനത്തിൽ പ്രധാനമായി നമുക്ക് 3 കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്നിതാണ് മേരിക്ക് കിട്ടിയ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേകത. ഒന്നിതൊരു മോചനമാണ്, ഒരു മോചനമാണ് എന്നാണ്. ജന്മപാപത്തിൽ നിന്നും മേരിയെ മോചിപ്പിക്കുകയാണ്. ജന്മപാപത്തിൽ നിന്നും മോചിപ്പിച്ച് വിശദീകരിച്ച് ഒരു പ്രത്യേക ദൈവിക വിളി മേരിക്ക് കൊടുക്കുന്നു. സകലവിധ തിന്മയിൽ നിന്നും മേരിക്ക് മോചനം നൽകുന്നു. അതുകൊണ്ടാണ് മേരിയിൽ ജന്മപാപമോ കർമ്മപാപമോ ഇല്ലായിരുന്നു. ആ ദൈവത്തിൻ്റെ വിളിയോട് മേരി തൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തോടെ പൂർണ്ണമായി സഹകരിച്ചു എന്നുള്ളതാണ് മേരിയിൽ നാം കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകതയും. ദൈവത്തിൻ്റെ വിളി, ആ വിളിക്ക് മനുഷ്യൻ കൊടുക്കുന്ന സ്വതന്ത്രമായ പ്രത്യുത്തരം, അത് മേരി അതിൻ്റെ പൂർണ്ണതയിൽ കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ഈ വരദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് വരാൻ പോകുന്ന രക്ഷകന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണിത്. ഇതിൻ്റെ യോഗ്യത ലഭിക്കുന്നത് മേരിയിൽ നിന്നല്ല. മേരിക്ക് യോഗ്യത ലഭിക്കുന്നത് പിറക്കാൻ പോകുന്ന ദൈവപുത്രനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിർവചനത്തിൽ മാർപ്പാപ്പ കൊണ്ടുവരുന്നത് പിറക്കാൻ പോകുന്ന, രക്ഷിക്കാൻ പോകുന്ന യേശുവിൻ്റെ സർവ്വവിധ ഗുണങ്ങളെയും മുൻനിർത്തി അമ്മയാകാൻ പോകുന്ന നസ്രത്തിലെ മേരിയെ ജന്മപാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി മേരിക്കും ഒരു പ്രത്യേകമായി ദൗത്യം കൊടുക്കുകയാണ് അവിടെ. ആ ദൗത്യം എന്താണ്? ഈ യേശുവിന് ദൈവപുത്രന് ജന്മമേകുക എന്നത്. അപ്പോൾ ആ ദൗത്യം നിർവഹിക്കാനുള്ള യോഗ്യത, ശക്തി ദൈവം നൽകുന്നു. നമുക്കറിയാം, 2 രീതിയിൽ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു. 2 രീതിയിൽ മോചിപ്പിക്കാം. ആ വ്യക്തി ചെയ്ത കർമ്മത്തിന് പരിഹാരമായി വലിയൊരു തുക കെട്ടിവെച്ചുകൊണ്ട് ആ വ്യക്തിയെ നമുക്ക് മോചിപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തേത്, ആ വ്യക്തിയെ ജയിലിൽ പോകാതെ തന്നെ നമ്മൾ സംരക്ഷിച്ചെടുക്കുക. മേരിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഈ പാപത്തിൻ്റെ ഒരടിമയായി തീരുവാൻ, ജന്മപാപം മേരിയിൽ കലർന്നു ചേരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അത് തൻ്റെ പ്രിയപുത്രനായ യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ജന്മപാപത്തിൽ നിന്നും മേരിയെ മോചിക്കുന്നത്. ഇതാണ് മാർപ്പാപ്പ കൊണ്ടുവരുന്ന ആ നിർവചനത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മേരിയുടെ യോഗ്യതയല്ല, ക്രിസ്തുനാഥൻ കാൽവരിയിൽ സമർപ്പിച്ച
ആ ദിവ്യബലിയുടെ യോഗ്യത മുൻനിർത്തിക്കൊണ്ട് ദൈവം മേരിയെ വിശദീകരിക്കുകയാണ്. കാരണം ദൈവത്തിന് ഇന്നലെയും ഇന്നും നാളെയും ഒന്നാണ്. ഇതാണ് അമലോത്ഭവ സത്യത്തിൻ്റെ ആ വലിയ അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. സഭയുടെ ആരംഭം മുതൽ ഇതേപ്പറ്റി പല തർക്കങ്ങളും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം പഠിച്ച് അതിനെല്ലാം ഉത്തമമായ ഉത്തരം നൽകിക്കൊണ്ടാണ് സഭ ഈ നിർവചനം നൽകിയിരിക്കുന്നത്. മേരി യഥാർത്ഥത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അമലോത്ഭവയായിരുന്നു എന്ന് സഭ പ്രഖ്യാപിക്കുകയാണ്. അച്ഛാ, മാതാവിൻ്റെ അമലോത്ഭവത്തെ പറ്റി എനിക്കൊരു സംശയം കൂടിയുണ്ട്. സംശയം ഇതാണ്: ജന്മപാപത്തിൽ നിന്ന് നമ്മയെല്ലാം രക്ഷിച്ചത് ഏകരക്ഷകനായ യേശുവാണ്. യേശുവിൻ്റെ രക്ഷാകരകർമ്മം വഴിയാണ് നാം എല്ലാം ഉത്ഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവമക്കളായി തീർന്നത്. യേശുവിൻ്റെ അമ്മയാകുന്നതിന് മുമ്പ് മറിയവും ഒരു സാധാരണ മനുഷ്യ സ്ത്രീ മാത്രമായിരുന്നു. യേശു തൻ്റെ രക്ഷാകര കർമ്മത്തിലൂടെ നേടിയെടുത്ത ഈ രക്ഷ യേശു മരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ മറിയം എങ്ങനെ നേടിയെടുത്തു എന്നത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പ്രിൻസ് ചോദിച്ചത് എപ്രകാരം യേശുവിൻ്റെ ഈ രക്ഷാകർമ്മത്തിന് മുമ്പ് തന്നെ മേരി അമലോത്ഭവയെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണല്ലോ ചോദ്യം വരുന്നത്. സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ വളരെ അർത്ഥപൂർണമായ ഒരു ചോദ്യമാണത്. നമുക്കറിയാം, യേശു ഏകരക്ഷകനാണ്. തൻ്റെ രക്ഷാകർമ്മം പൂർത്തിയാക്കുന്നത് കാൽവരിയിലെ ആ ബലിയിലൂടെയാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ യേശുവിൻ്റെ അമ്മയെ ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് അമലോത്ഭവയാക്കി സാധാരണ യുക്തിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആരാണ് ജനിക്കാൻ പോകുന്ന ഈ പുത്രൻ? ആരാണ് ഈ രക്ഷകൻ? അത് ദൈവം തന്നെയാണ്, വചനം തന്നെയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം മാംസമാകുവാൻ വേണ്ടി ആ വചനത്തിന് ഏറ്റവും യോഗ്യമായ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് വിശദീകരിച്ചു. അതെപ്പോഴും പഴയ നിയമത്തിലാണേലും പുതിയ നിയമത്തിലാണേലും നമ്മൾ ഈ സത്യം മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ ആ യോഗ്യത ലഭിക്കുക. ഇനി മേരിക്ക് ഈ യോഗ്യത ലഭിച്ചത് മാർപ്പാപ്പായുടെ പഠനത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തെ മുൻനിർത്തി, യേശുവിൻ്റെ സകലവിധ ഗുണങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ദൈവം മേരിയെ അമലോത്ഭവയാക്കുകയാണ്. തൻ്റെ ആ പുത്രന് യോഗ്യമായ ഒരു പീഠമായിരിക്കുവാൻ, യോഗ്യമായ ആലയമായിരിക്കുവാൻ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുന്നത് മേരി ചലിക്കുന്ന ഒരു സക്രാരി എന്നാണ്. ആ ചലിക്കുന്ന ഒരു സക്രാരിയാണെങ്കിൽ ആ സക്രാരിക്ക് അത് ഉൾക്കൊള്ളുന്ന ആ ദൈവികതയെ ഉൾക്കൊള്ളുവാനുള്ള യോഗ്യത, വിശുദ്ധി ഉണ്ടാകണം. അതാണ് ദൈവം ചെയ്തത്. ഇത് മനുഷ്യ മനസ്സിന് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാനും യുക്തിക്ക് വിശദീകരിക്കുവാനും പ്രയാസമാണ്. ആദിമ നൂറ്റാണ്ട് മുതൽ ഇതേപ്പറ്റി വളരെയധികം തർക്കങ്ങളുമുണ്ടായിരുന്നു, വിശദീകരണങ്ങളുമുണ്ടായിരുന്നു. എന്നിട്ട് ഈ വിവാദത്തിനെല്ലാം ശരിക്ക് ഒരു ഉത്തരം നൽകുന്നത് 1266 മുതൽ 1308 വരെയും ജീവിച്ചിരുന്ന ഡൺ സ്കോട്ടസ് എന്ന ഒരു തിയോളജിയനാണ്. അദ്ദേഹം നല്ലൊരു സിലോജിസ്റ്റ് ആയിരുന്നു. നല്ലൊരു സിലോജിസ്റ്റിക് വാദത്തിലൂടെയാണ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത്. അതിന് ലത്തീനിൽ ഇങ്ങനെയാണ് പറയുന്നത്: പൊത്തൂയിത്ത്, അതായത് ദൈവത്തിന് ഇത് സാധ്യമായിരുന്നു. സർവശക്തനായ ദൈവത്തിന് ഇത് സാധ്യമായിരുന്നു. ദൈവത്തിന് മുമ്പിൽ ഇന്നലെയില്ല, ഇന്നില്ല, നാളെയില്ല, എല്ലാം ഒന്നാണ്. ആ സാധ്യമാകുന്ന ദൈവം അത് ചെയ്തു. മേരി അമലോത്ഭവയായിട്ട് സൃഷ്ടിച്ചു. രണ്ടാമത് ദെക്കുയിത്ത്, അതായത് അവളെ അമലോത്ഭവയാക്കുക എന്നത് തികച്ചും യോജിച്ചതായിരുന്നു, ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം അത് ചെയ്തു. മൂന്നാമത് എർഗോ ഫെച്ചിത്ത്, അതുകൊണ്ട് ദൈവം മറിയത്തെ അമലോത്ഭവയായി സൃഷ്ടിച്ചു. ഇതാണ് വലിയൊരു ആർഗ്യുമെൻ്റ് കൊണ്ടുവന്നത്. ദൈവത്തിന് സാധിക്കുമായിരുന്നു,
മേരി അതിന് യോഗ്യയായിരുന്നു. അതുകൊണ്ട് ദൈവം ഇത് സാധിച്ചു. മറ്റൊരു രീതിയിൽ കൂടി നമുക്കിതിനൊരു വിശദീകരണം കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവം സർവശക്തനാണ്. ഇത് നമ്മുടെ ഒരു ഇതുകൊണ്ടാണല്ലോ വിശ്വാസ സത്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിശ്വാസ സത്യം സഭ ഉടനെ പ്രഖ്യാപിക്കുകയല്ല. നൂറ്റാണ്ടുകളിലെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ബൈബിളിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എടുക്കുന്ന ആ പഠനമാണ് ഇത്. അപ്രകാരമുള്ള ഒരു പഠനമായിരുന്നു അമലോത്ഭവത്തെപ്പറ്റിയും മാർപ്പാപ്പ നമുക്ക് നൽകിയതും ഇന്ന് നാം വിശ്വസിക്കുന്നതും. യേശുവിൻ്റെ അമ്മ അമലോത്ഭവയായി ഉത്ഭവഭാവം കൂടാതെ ജനിച്ചു എന്ന സത്യം. അച്ഛാ, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ പുതിയ നിയമം. പഴയ നിയമത്തിലെവിടെയും മാതാവിൻ്റെ അമലോത്ഭവത്തെപ്പറ്റി എങ്ങും പരാമർശിച്ചിട്ടില്ല. യേശുയുടെ പ്രവചനത്തിൽ രക്ഷകൻ്റെ പിറവി ഒരു കന്യകയിൽ നിന്നെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കതിനെ അമലോത്ഭവം എന്ന് പറയാൻ സാധിക്കുമോ? ഏശയ്യായുടെ പ്രവചനത്തിൽ ജനിക്കാൻ പോകുന്ന ദൈവപുത്രൻ ഒരു കന്യകയിൽ നിന്നും പിറക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ കന്യക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ സെമറ്റിക് സ്റ്റൈലിലാണ്. അത് ഒരു വിശുദ്ധിയാണിത് കാണിക്കുന്നത്. വിശുദ്ധിയായ ഒരു വ്യക്തിയിൽ നിന്നാണ് ജനിക്കാൻ പോകുന്നത്. അതാണ് കാണുന്നത്. രണ്ടാമത് അതിൻ്റെ പൂർത്തീകരണമാണ് നാം കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് നന്മ നിറഞ്ഞവളെ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് മേരിയുടെ തന്നെ ആ സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട് താൻ ആരാണ്, തൻ്റെ ദൈവവിളി എന്താണ്, തൻ്റെ തിരഞ്ഞെടുപ്പ് എപ്രകാരം വേണമെന്ന്. ഈ തിരഞ്ഞെടുപ്പ് ദൈവം എപ്പോഴും തിരഞ്ഞെടുപ്പ് കൊടുക്കുന്നത് ലോകാരംഭത്തിന് മുമ്പിലെയാണെന്നാണ് വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ്ലിയ എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, താൻ പ്രത്യേകമായി വിളിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നവരെ അത് ആ ലോകാരംഭത്തിന് മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആ ഭാഗമൊന്ന് വായിക്കാം. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യം 4 മുതൽ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇവിടെ പൗലോസ്ലിയ പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തിരഞ്ഞെടുപ്പിനെ പറ്റി. എന്താണ്? ഇവൻ നമ്മളെ തന്നെയും ദൈവം ലോകാരംഭത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. അവിടുന്ന് വിശുദ്ധീകരിക്കുന്നു. അതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ദൈവത്തിനു മുമ്പിൽ നിഷ്കളങ്കരും നിർമ്മലരുമായി തീരുവാൻ. എന്നിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ രക്ഷ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ജനിക്കുന്നതിന് മുമ്പിലെ ദൈവം നൽകുന്നത്. ഇതുകൊണ്ടാണ് മേരി തൻ്റെ സ്തോത്രഗീതത്തിൽ പാടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് മേരി മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെ? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മേരിയുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് എളിമയായിരുന്നു, സമർപ്പണമായിരുന്നു. ഈ എളിമയും സമർപ്പണവും സ്വീകരിച്ച ദൈവം മേരിയെ അതിൻ്റെ അത്യുന്നത സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് ഇന്നും നാം വിളിക്കുന്നത് മേരിയെ ഭാഗ്യവതി എന്ന്. നാളത്തെ തലമുറയും വിളിക്കാൻ പോകുന്നത് ഭാഗ്യവതി എന്ന്. ഇതാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. വ്യക്തമായി തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. മേരി എപ്രകാരം ദൈവം തിരഞ്ഞെടുത്തുവെന്നും എപ്രകാരം വിശുദ്ധീകരിച്ചുവെന്നും അങ്ങനെ യേശുവിൻ്റെ വരവിനായി ഒരുക്കിയെന്നുള്ള ആ വലിയ സത്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുവഴിയാണ് ലോകത്തിന് രക്ഷ കൈവന്നിരിക്കുന്നത്. ആ രക്ഷയുടെ ഫലത്തെ മുൻനിർത്തിയായിരുന്നു മേരിയെ തിരഞ്ഞെടുത്തത്, വിശുദ്ധീകരിച്ചത്,
ദൈവം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അതുകൊണ്ട് മേരി അന്നും ഇന്നും പാടുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമലോത്ഭവം എന്ന സത്യം ആനന്ദത്തിൻ്റെയും പ്രതീക്ഷിതയുടെയുമായ ഒരു വിശ്വാസ സത്യമാണ്. ആ സത്യമാണ് ഇന്ന് സഭയിൽ വളരെ സജീവമായി നിലകൊള്ളുന്നതും മേരിയുടെ മാതൃകയനുസരിച്ച് പാപമില്ലാതെ വിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നതും. അതാണ് ഓരോ വിശ്വാസ സത്യം പ്രഖ്യാപിക്കുമ്പോഴും തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ അമ്മ കന്യാമേരി നമ്മളുടെ ഉത്തമമായ മാതൃകയാണ്. ആ മാതൃകയെ നാം പിൻചെന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലും നാം സ്വീകരിക്കണം, രക്ഷ നാം സ്വീകരിക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മേരി തിരുസഭയുടെ അമ്മയായി മാതൃകയായി എന്ന് നിലകൊള്ളുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മേരിക്ക് അതുല്യമായ നന്മ ദൈവം ജനനത്തിനു മുമ്പേ നൽകി, ആ നന്മയിൽ വിശുദ്ധിയിൽ മേരിക്ക് ജന്മം നൽകിയെന്ന്. മേരിയെ എന്നിട്ട് വത്തിക്കാൻ കൗൺസിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് സഭയുടെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ്. പരിശുദ്ധ അമ്മയുടെ ഈ അമലോത്ഭവ സത്യത്തെപ്പറ്റി വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമുക്കും മാതാവിനെ പോലെ വിശുദ്ധിയിൽ വളരുവാനുള്ള വലിയൊരു പ്രചോദനമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് ആശംസിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ശാലോമിലേക്ക് നിങ്ങൾ എഴുതി അറിയിക്കുക. തീർച്ചയായും നമുക്കൊന്നിച്ച് നമ്മുടെ ഈ മരിയൻ യാത്ര വീണ്ടും തുടരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതാവിൻ്റെ സംരക്ഷണം, പ്രത്യേകമായ മധ്യസ്ഥവും ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ, പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ, മക്കളെ കാക്കുന്ന മരിയാംബിക, ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.